കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 474 കുട്ടികൾ മുതിർന്നവരുൾപ്പെടെ 470 കുട്ടികളായിരുന്നു, 3 മുതിർന്നവരുൾപ്പെടെ 473 പേരെ അഡ്മിറ്റ് ചെയ്തു. അതിൽ ഇതുവരെ 3 കേസുകളാണ് പോസിറ്റീവായത്. ഇപ്പോഴാകെ 38ഓളം കുട്ടികളും പിന്നെ 2-3 രക്ഷിതാക്കളുമാണ് ആശുപത്രിയിലുള്ളത്. സർക്കാർ ആശുപത്രിയിൽ 12, ഒബ്സർവേഷനിൽ 2. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ്. എല്ലായിടത്തും എല്ലാ ആശുപത്രികളും മരുന്ന് എത്തിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല ചികിത്സ ലഭിച്ചതുകൊണ്ട് ഇത്രയും കുറേ കുട്ടികൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട്. നിലവിൽ അഡ്മിറ്റായ കുട്ടികൾക്കും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയോട് പരിസരങ്ങളൊക്കെ ക്ലീനാക്കി വയ്ക്കാനും അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വെള്ളം ക്ലോറിനൈസ് ചെയ്യാനൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പരിശോധന കർശനമാക്കാനും വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ നടത്തുന്ന തട്ടുകളിൽ പൂട്ടിക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നടത്തിയ അവലോകനങ്ങൾ തൃപ്തികരമാണ്. പക്ഷേ ഇനി ഇത് മഴ കൂടുമ്പോൾ ഇത് പടരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധ നടപടി സ്വീകരിക്കുക എന്നുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി MLA ശശി ബാലകൃഷ്ണനും അതുപോലെ മന്ത്രി സിദ്ദിഖും അവരതിന് മുൻകൈ എടുത്ത് പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ടീമിനെ ഇങ്ങോട്ട് അയച്ചു. അത് വളരെയധികം ഫലപ്രദമായി. ഏതായാലും വലിയൊരു വിപത്തിൽ നിന്ന് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പ്രൈവറ്റ് ആശുപത്രികളിലെ ചികിത്സയുടെ കാര്യത്തിൽ മാനേജ്മെൻറ്റ് തന്നെ അവരുമായി സംസാരിച്ച് ഒരു ധാരണ എത്തിയെന്നാണ് ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പിന്നെ പഞ്ചായത്തും ഒക്കെ ഒരു അഭിപ്രായം പറഞ്ഞത് ഈ സമ്പർക്കം വരുമ്പോൾ ഈ ചില വീടുകളിൽ ഈ വിദ്യാലയത്തിൽ പോകുന്ന കുട്ടിക്ക് പുറമെ മറ്റ് വിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികളുണ്ട്. ഇത് സമ്പർക്കത്തിലൂടെയും വരാവുന്ന രോഗമായതുകൊണ്ട് തൽക്കാലം ഈ താലൂക്കിലുള്ള വിദ്യാലയങ്ങൾക്ക് അവധി നൽകണം എന്നൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് കലക്ടറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയിട്ട് DD ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. DDയോട് ആവശ്യപ്പെട്ടു. ഇത്രയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഏതായാലും ഭയപ്പെടാൻ ഇപ്പോൾ ഒരു കാര്യമില്ല. നല്ല രീതിയിൽ ഒരു ടീമായി തന്നെ ഇവിടെ എല്ലാവരും പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ആശങ്കയ്ക്ക് അവകാശമില്ല. ബോധവൽക്കരണം അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും അതെല്ലാം നടത്തുന്നുണ്ട്. ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് മൈക്ക് വെച്ചിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാവരും സഹകരിച്ച് നീങ്ങുന്നുണ്ട്. അതുകൊണ്ടൊരു ആശങ്കയ്ക്ക് അവകാശമില്ല.